എല്ലാവർക്കും 5 ലക്ഷം പേ ചെയ്യാൻ പറ്റുമോ മുത്തശ്ശി? സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം കേട്ട് എല്ലാവരുടെയും നോട്ടം അവന്റെ ദൃഷ്ടി പതിഞ്ഞെടുത്ത് ചെന്നെത്തി. അവന്റെ പുച്ഛത്തോടുള്ള ആ നോട്ടം മറ്റാരുടെ നേരെയായിരുന്നില്ല, ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും നേരെയായിരുന്നു. ചെറിയ എന്തെങ്കിലും തുകയായിരുന്നെങ്കിൽ തങ്ങളുടെ ബില്ലിന്റെ തുക കൊടുക്കാൻ കരുതിയ ശ്രീലക്ഷ്മിയും ദേവയാനിയും 5 ലക്ഷമെന്ന് കേട്ടപ്പോൾ തന്നെ ആകെ കുഴഞ്ഞിരുന്നു. ഋഷി തനിക്ക് തന്നിരുന്ന ആകെ ഉണ്ടായിരുന്ന 4 കോടി ഇന്നലെ തന്നെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയത് ശ്രീലക്ഷ്മി ഓർത്തു. നിന്റെ മാത്രമല്ല ശ്രീലക്ഷ്മി, വേലയും കൂലിയില്ലാത്ത നിന്റെ ഹസ്ബൻഡിന്റെയും സെയിം അവസ്ഥയിൽ തന്നെയുള്ള നിന്റെ അമ്മയുടെയും കൂടെ ബില്ല് ചേർത്ത് 15 ലക്ഷം അതുണ്ടാവോ നിന്റെ കയ്യില്? സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഋഷിയുടെ ശബ്ദം ആ ഹോളിൽ പ്രതിധ്വനിച്ചു. ഉണ്ട്. ലക്ഷ്മൺ വാര്യർ നോക്കിയപ്പോൾ പിന്തിരിഞ്ഞ് അവിടെ ഇരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ശബ്ദത്തിനുടമ. അത് കാണേ അയാളുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു. എക്സ്ക്യൂസ് മീ, താങ്കളൊന്ന് ഇങ്ങോട്ട് തിരിയോ? ഋഷി ഇരുന്നിടത്തേക്ക് നോക്കി അയാൾ സംശയത്തോടെ തന്നെ ചോദിച്ചു. ഹേയ് ലക്ഷ്മൺ സാർ. കുസൃതിയോടെയുള്ള ഋഷിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മൺ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞതും അയാൾ കണ്ടത് തനിക്കടുത്ത് വന്ന് നിൽക്കുന്ന ഋഷിയെയാണ്. ഋഷി സാർ, ഇത് ശരിക്കും നിങ്ങൾ തന്നെയായിരുന്നോ? ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഋഷിയാണോ അയാൾ സാറെന്ന് വിളിച്ചത്? ഋഷി സാർ, ഞാൻ നിങ്ങളെ എന്തുമാത്രം മിസ് ചെയ്തെന്നോ? ഋഷിയെ നോക്കി സങ്കടവും സന്തോഷവും സമ്മിശ്രമായി ലക്ഷ്മൺ പറഞ്ഞു. ദേ, ഇനി ഒരിക്കൽ കൂടെ എന്നെ സാറെന്ന് വിളിച്ച എന്റെ സ്വഭാവം മാറുവേ. മര്യാദയ്ക്ക് എന്നെ പേര് വിളിച്ചോണം, കേട്ടല്ലോ? വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ഋഷിയെ കണ്ടുപിടിക്കാനും സഹായിക്കാനുമായ അയാൾ പഠിച്ച പണി 18 നോക്കിയെങ്കിലും അന്നൊന്നും നടന്നില്ല. ദേ, ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഋഷി തനിക്ക് മുൻപിൽ വന്നിരിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ ലക്ഷ്മൺ? ഋഷിയുടെ ആ ചോദ്യം കേട്ടാണ് ലക്ഷ്മൺ പഴയ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത്. എന്താ സാർ, എന്താ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്? സംശയത്തോടെ ലക്ഷ്മൺ ചോദിച്ചു. അത് കേട്ട് ഋഷി കൃത്രിമ ദേഷ്യത്തോടെ ലക്ഷ്മണിനെ നോക്കി കണ്ണുരുട്ടി. സാർ എന്ന് വിളിക്കില്ലെന്നല്ലേ തന്നോട് പറഞ്ഞത്? ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ ചിരിച്ചു പോയിരുന്നു. ഞാൻ എന്തോ ചെയ്യാനാ, ശീലായി പോയില്ലേ. അതും പറഞ്ഞ് ഋഷിയും ലക്ഷ്മണും ചിരിച്ചു. വർമാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ യാതൊരു വാല്യൂം കൊടുത്തിട്ടില്ലാത്ത ആളായിരുന്നു ഋഷി. അങ്ങനെയുള്ള അവനെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ബിസിനസ്മാനിൽ ഒരാളായ ലക്ഷ്മൺ സാർ എന്ന് വിളിച്ചു. അത് തികച്ചും അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. സംസാരിച്ചെന്ന് നമ്മൾ എവിടെയോ എത്തി. അപ്പോൾ ലക്ഷ്മൺ, ഞാൻ പോയി ഫുഡിന്റെ ക്യാഷ് പേ ചെയ്യട്ടെ. പോക്കറ്റിൽ നിന്നും കാർഡ് എടുത്ത് ഋഷി പറഞ്ഞത് കേട്ട് ലക്ഷ്മണിന്റെ ഭാവം മാറി. എന്താ സാർ ഇത്? ഈ ഹോട്ടൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ കാരണം നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ഫുഡിന്റെ പേ ചെയ്യണമെന്നോ? ദിസ് ഈസ് നോട്ട് ഫെയർ. ലക്ഷ്മൺ പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചു. ഈ ഹോട്ടൽ ഇവിടെ നിൽക്കാൻ കാരണം തന്റെ ഹാർഡ് വർക്കാണ്. അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനിപ്പോൾ കഴിച്ച ഈ ഫുഡിന് പേ ചെയ്തില്ലെങ്കിൽ അത് ഈ ഫുഡ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട അത്രയും എംപ്ലോയീസിനെ കഷ്ടപ്പെടുത്തുന്ന പോലെയാണ്. സോ ഞാൻ പേ ചെയ്യണം ലക്ഷ്മൺ. ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ മറുപടി എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ അതിനു മുൻപേ അവൻ എഴുന്നേറ്റ് മാനേജർക്കടുത്തേക്ക് നടന്നിരുന്നു. ഞാൻ, എന്റെ വൈഫ് ശ്രീലക്ഷ്മി, പിന്നെ എന്റെ മദറിൻലോ, ഈ 3 പേർക്കും 15 ലക്ഷം രൂപയുടെ ബില്ല് തരും. ഋഷി ഒരു നേർത്ത ചിരിയോടെ അതും പറഞ്ഞ് തന്റെ കാർഡ് മാനേജർക്ക് നേരെ വെച്ച് നീട്ടി. പക്ഷേ അത് സ്വീകരിക്കാതെ അയാൾ സംശയത്തോടെ ലക്ഷ്മണിനെ നോക്കി. അത് വാങ്ങിക്കരുത് ദാസ്. ഋഷിക്കും ഫാമിലിക്കും ഇപ്പോഴെന്നല്ല എപ്പോഴും ഇനി ഇവിടെ നിന്നുള്ള ഫുഡ് ഫ്രീ ആയിരിക്കണം. ലക്ഷ്മൺ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് ഋഷി കണ്ണുരുട്ടി അയാളെ നോക്കി. ഓഹ്, കണ്ണുരുട്ടാതെ. 50% ഓഫ്. ദയവ് ചെയ്ത് ഇനി ഇതും പറ്റില്ലെന്ന് പറഞ്ഞേക്കരുത്. ഋഷിയുടെ ഭാവം കണ്ട് ലക്ഷ്മൺ പെട്ടെന്ന് മാറ്റി പറഞ്ഞ് തനിക്ക് നേരെ കൈകൂപ്പി. അങ്ങനെയെങ്കിൽ അങ്ങനെ, ബില്ല് തരൂ. മാനേജറിനെ നോക്കി ഋഷി പറഞ്ഞത് കേട്ട് അയാൾ ചിരിയോടെ തലയാട്ടി. ഏതോ ഒരു സ്റ്റാഫിനെ അടുത്തേക്ക് വിളിച്ചു. വെയിറ്റ്, ഋഷിക്കും ഋഷിയുടെ ഫാമിലിക്കും 50% ഓഫ് എന്നല്ലേ പറഞ്ഞത്? അപ്പോ ഞങ്ങൾക്കും ഓഫ് ഉണ്ടാവില്ലേ? മാനേജറിനെ നോക്കി മഹാദേവി ചോദിച്ചു. അത് കേട്ട് അവിടെ നിന്നിരുന്നവർ മുഴുവൻ മാനേജറുടെ മറുപടിക്കായി കാതോർത്തു. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ കൊച്ചുമോൻ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഋഷിയും തമ്മിൽ വലിയ ബന്ധമില്ലെന്നൊക്കെ? എന്നിട്ടിപ്പോ പെട്ടെന്നെന്താ മാറ്റി പറയുന്നത്? അവരോട് ആ മറുചോദ്യം ചോദിച്ചത് ലക്ഷ്മണായിരുന്നു. യാതൊരു ഇളവും നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് പണമില്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് ബില്ല് പേ ചെയ്യാനുള്ള വഴി നോക്കിക്കോളൂ.
ഋഷിയെ അവർ ആവശ്യമില്ലാതെ പുച്ഛിച്ചതെല്ലാം നേരത്തെ ലക്ഷ്മൺ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അയാൾ വിചാരിച്ചു. ആദ്യമായി മഹാദേവിക്ക് തന്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥിനോട് ദേഷ്യം തോന്നി. നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നതാ, നിന്റെ ആ മുൻകോപമെല്ലാം മാറ്റിവെച്ച് നല്ലതുപോലെ ബിഹേവ് ചെയ്യാൻ. ഇപ്പൊ കണ്ടില്ലേ, ഒരു കാര്യമില്ലാതെ അമണിയിൽ പോയി ചാടിയത്. മുത്തശ്ശിയിൽ നിന്നും ആ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥ് തല താഴ്ത്തി അവിടെ നിന്നു. ഋഷി സാർ, ഹിയർ യുവർ ബിൽ, 7.5 lakhs. കാർഡല്ലേ സാർ? തന്റെ കയ്യിൽ ബിൽ കിട്ടിയതും അത് വായിച്ച് തെറ്റൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ മാനേജർ ശേഷം അത് ഋഷിക്ക് കൈമാറുന്നതിനിടെ പറഞ്ഞു, ഹാ, കാർഡ് കാണും, പക്ഷേ അതിൽ പൈസ കാണത്തില്ല, അല്ലേ ഋഷി? അത്രയൊക്കെ ആയിട്ടും ഋഷിയെ കളിയാക്കാനുള്ള ഒരവസരം പാഴാക്കാതിരുന്ന സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു. എല്ലാവരും അവിശ്വാസഭാവത്തിൽ അവനെ നോക്കി. പക്ഷേ അതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന ശ്രീലക്ഷ്മിക്കും ദേവയാനിയമ്മയ്ക്കും ആകെ ഒരു ഭയം വന്നിരുന്നു. ഋഷിയുടെ കയ്യിലെ ആകെ പണമുള്ള ഡെബിറ്റ് കാർഡ് അവൻ തനിക്ക് ഇന്നലെ തന്നിരുന്നുവെന്ന കാര്യം ശ്രീലക്ഷ്മി ഓർത്തു. വേറെ പണമുള്ള കാർഡ് ഋഷിയുടെ കയ്യിലില്ല എന്നായിരുന്നു ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും വിശ്വാസം. അവരുടെ മുഖത്തേക്ക് നോക്കിയ ഋഷിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. അതോടെ തന്റെ ബ്ലാക്ക് VIP കാർഡ് അവർ കണ്ടാലുള്ള കാര്യം ഓർത്തവൻ ഒരു നിമിഷം ചിരിച്ചു പോയിരുന്നു. അതെ, കാർഡാണ്. അതും പറഞ്ഞ് ഋഷി തന്റെ പേഴ്സിൽ നിന്നും ഒരു സാധാരണ ഡെബിറ്റ് കാർഡ് എടുത്ത് മാനേജറുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അത് കണ്ട് താൻ ഗസ് ചെയ്തതെല്ലാം അതേപോലെ നടക്കാൻ പോകുന്നുവെന്ന് പുച്ഛത്തോടെ സിദ്ധാർത്ഥ് മനസ്സിലോർത്തു. ദേ, അവിടെ അങ്ങനെ തന്നെ നിന്നോ ഋഷി. നിന്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആ മാനേജർ ഇപ്പോ തിരിച്ചു കൊണ്ടുവന്ന് തരും. സിദ്ധാർത്ഥ് ഋഷിയെ നോക്കി പറഞ്ഞു. അത് കേട്ട് ചില ബന്ധുക്കളും അവന്റെ കൂടെ കൂടി. അതെ, അറ്റ്ലീസ്റ്റ് ഒരു സിൽവർ കാർഡെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകുമെന്ന് വിശ്വസിക്കാമായിരുന്നു. ബട്ട് ഇതങ്ങനെ പോലും അല്ലല്ലോ. ആ കാർഡിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടോ ആവോ? സിദ്ധാർത്ഥിന്റെ കൂടെ ഋഷിയെ കളിയാക്കാൻ കൂടിയവർ പറഞ്ഞു ചിരിച്ചു. നിങ്ങളുടെ സംസാരം നിർത്തി ബില്ല് സെറ്റ് ചെയ്യാനുള്ള വഴി നോക്കുന്നോ, അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? അവരുടെ അഹങ്കാരം നിറഞ്ഞ പൊട്ടിച്ചിരികൾക്കിടയിൽ മാനേജറുടെ ശബ്ദമുയർന്നു. അതോടെ അവർ ചിരി നിർത്തി. താങ്ക് യു സർ, സാറിന്റെ പേയ്മെന്റ് സക്സസ്ഫുള്ളി പൂർത്തിയായി. കാർഡ് തിരികെ ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് മാനേജർ പറഞ്ഞു. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞു. അത്ഭുതം നിറഞ്ഞു. ശ്രീലക്ഷ്മി മുതൽ മഹാദേവി വരെയുള്ള സർവരും ആശ്ചര്യത്തോടെ ഋഷിയെ നോക്കി. ഋഷി, എന്തോ ചോദിക്കാനായി ഋഷിക്കടുത്തേക്ക് വരാൻ തുനിഞ്ഞ് ശ്രീലക്ഷ്മി അവനെ വിളിച്ചു. അത് കേട്ട് ഋഷി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഇത്രയും പണം തനിക്ക് എവിടുന്ന് കിട്ടി? അവൾ അവന്റെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. താൻ എന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം സമാധാനായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുൻപേ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. താൻ അമ്മായിയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോളൂ. പിന്നെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം കേട്ടല്ലോ. അവളുടെ തലയിലൂടെ ഒന്ന് തഴുകിക്കൊണ്ട് ഋഷി പറഞ്ഞു. അതോടെ ശ്രീലക്ഷ്മി തന്റെ ഉള്ളിലെ സംശയം അതുപോലെ വെച്ചുകൊണ്ട് അവനോട് തലയാട്ടി. ഹേയ്, നിങ്ങളിതെന്താ നോക്കി നിൽക്കുന്നത്? പേ ചെയ്ത് പോവാനൊന്നും ഉദ്ദേശമില്ലേ? എല്ലാം കണ്ട് അപ്പോഴും ബോധം വന്നിട്ടില്ലാത്ത പോലെ നിൽക്കുന്ന ബാക്കിയുള്ളവരെ നോക്കി മാനേജർ തിരക്കി. അതോടെ ഇനിയും അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ അവരെല്ലാം തങ്ങളുടെ ഷെയർസ് മഹാദേവിയുടെ കൈവശം ഏൽപ്പിച്ചു. ഹേയ് പ്രയാഗ. ബിൽ പേ ചെയ്ത് എല്ലാവരും പോവാനായി ഇറങ്ങുമ്പോഴാണ് ഋഷി പിന്നിൽ നിന്നും പ്രയാഗയെ വിളിച്ചത്. തനിക്ക് ഡ്രീം ലവർ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഓൺലി ഇഫ് യു റിയലി വാണ്ട്. ഋഷി സൗമ്യമായി പറഞ്ഞത് കേട്ട് പ്രയാഗ തന്റെ കണ്ണ് രണ്ടും വിടർത്തി ഋഷിയെ നോക്കി. റിയലി? തനിക്ക് സഹായിക്കാൻ കഴിയോ? കണ്ണെല്ലാം വിടർത്തി അത്ഭുതത്തോടെ പ്രയാഗ ചോദിച്ചത് കേട്ട് ഋഷി തലയാട്ടി. ഓ, താങ്ക് യു ഋഷിൻ, താങ്ക് യു സോ മച്ച്. ഇതാ എന്റെ കാർഡ്. ഡ്രീം ലവർ കിട്ടിയാണെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കണം. പ്രയാഗ അത്രമേൽ താല്പര്യത്തോടെ തന്റെ കാർഡ് ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അല്പനേരെ കൂടെ കഴിഞ്ഞതും എല്ലാവരും ഹോട്ടലിൽ നിന്നും ഇറങ്ങി. ഋഷിൻ സാർ, ശരിക്കും നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു? തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ലക്ഷ്മൺ തിരക്കി. അതിന്റെ കോ ഡ്രൈവർ സീറ്റിലിരുന്ന ഋഷി ഒന്ന് നിശ്വസിച്ചു. ശേഷം ലക്ഷ്മണിന് നേരെ തിരിഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഞാൻ മെന്റലി റെഡിയായിരുന്നില്ല. ഋഷി ശബ്ദം താഴ്ത്തി പറഞ്ഞു. കാര്യം മനസ്സിലായ പോലെ ലക്ഷ്മൺ തലയാട്ടി. അല്ല ലക്ഷ്മൺ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ഋഷി പെട്ടെന്ന് സീറ്റിൽ നിന്ന് നിവർന്നുകൊണ്ട് ലക്ഷ്മണിനോടായി ചോദിച്ചു.
മറുപടി എന്നോണം ലക്ഷ്മൺ ആദ്യം ഋഷിയോടൊന്ന് ചിരിച്ചു. നിങ്ങളെ ഒരു സർപ്രൈസ് പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിരിയോടെ തന്നെ ലക്ഷ്മൺ മറുപടി പറഞ്ഞു. ഋഷി കാര്യം മനസ്സിലാവാതെ ലക്ഷ്മണിനെ ചൂഴ്ന്നു നോക്കി. എന്നാലും ലക്ഷ്മൺ, താൻ ഇത്രയും വേഗം ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കോന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഐ മീൻ, ഇറ്റ്സ് സോ ഹ്യൂജ് മാൻ. ലക്ഷ്മണിനെ ഓർത്തുള്ള തന്റെ അഭിമാനവും അത്ഭുതവും പുറത്ത് വെളിവാക്കും വിധമായിരുന്നു ഋഷിയുടെ വാക്കുകൾ. എല്ലാം താങ്കൾ ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഋഷി സാർ. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്തായെന്ന്. താങ്കൾ അന്ന് ആ പണം തന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞ ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് ശേഷിച്ച കടങ്ങളെല്ലാം തീർത്ത് എന്റെ അടുത്തൊരു ഫ്രണ്ടിന്റെ സഹായത്തോടെ എല്ലാം തുടങ്ങി വെച്ചു. ദേ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നു. സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരുപക്ഷെ ജീവനോടെ പോലും ഉണ്ടാവില്ലായിരുന്നു. ലക്ഷ്മൺ വൈകാരികമായി പറഞ്ഞു. ഹേയ്, എന്തുവാ ഇത്? ഞാൻ തന്നെക്കുറിച്ച് ഓർത്ത് പ്രൗഡാണെന്ന് പറയുമ്പോ താൻ ഇമോഷണലായി എങ്ങോട്ടായി പോണത് ലക്ഷ്മണ? തിരിച്ചു വരൂ. അത് കേട്ട് ലക്ഷ്മൺ ഇനിയും പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് കരുതി അവൻ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി. ബൈ ദ വേ, നമ്മൾ ഇത്രയും ദൂരം എത്തിയിട്ടും എങ്ങോട്ടാ പോണതെന്നോ ആ സർപ്രൈസ് പേഴ്സൺ ആരാണെന്നോ ഒന്നും താൻ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മൺ വീണ്ടും മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഋഷി ചോദിച്ചു. സർപ്രൈസ് ആണ് സാർ, അതങ്ങനെ വെട്ടിത്തുറന്ന് പറയാനൊന്നും പറ്റില്ല. ചിരിയോടെ ലക്ഷ്മൺ മറുപടി പറഞ്ഞു. അത് കേട്ടതും ഋഷി സംശയത്തോടെ ലക്ഷ്മണിനെ തന്നെ നോക്കി. വല്ല ഉടായിപ്പോ ആണോ? ഋഷിയുടെ ആ ചോദ്യം കേട്ടതും ലക്ഷ്മൺ വീണ്ടും ചിരിച്ചു പോയിരുന്നു. ഹേയ്, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഋഷിൻ സാർ. ഞങ്ങൾ? ഓഹോ, അപ്പോ ഒന്നും രണ്ട് ആളല്ല എന്ന് ഋഷി അതേ ഭാവത്തിൽ തന്നെ ചോദിച്ചു. അത് കാണേ ലക്ഷ്മൺ പൊട്ടിച്ചിരിച്ചു. ചിരിക്കുന്നോ? ദേ, മര്യാദയ്ക്ക് ചിരി നിർത്തി കാര്യം പറഞ്ഞ ലക്ഷ്മണ. ആരാത്? അവൻ വീണ്ടും ലക്ഷ്മണനോട് ചോദിച്ചു. ഓക്കെ, ആളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാണാലോ. ബട്ട് സിൻസ് യു ആർ ഡൈയിങ് ടു നോ ഹൂ ദേ ആർ, ഞാൻ ക്ലൂ തരാം. നിങ്ങളെ പെട്ടെന്ന് കാണാതായപ്പോൾ എന്നെ പോലെ അന്വേഷിച്ചിറങ്ങിയ 3 പേരാണ്. ആൻഡ് ഇന്ന് സാറിനെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ 3 നിലത്തൊന്നുമല്ല, അത്രയ്ക്കും ഹാപ്പിയായിരിക്കുക. ലക്ഷ്മൺ ആ പറഞ്ഞത് കേട്ട് ഋഷി ഒരു സെക്കൻഡ് തന്റെ ഓർമ്മകളിൽ തെളിഞ്ഞ മുഖങ്ങൾ ഓർത്തു. ആരെയൊക്കെ ഓർമ്മ വന്ന ഋഷി അത് ലക്ഷ്മണനോട് ചോദിക്കാനാഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് കാറ് ഏതോ വലിയ ഒരു ബിൽഡിങ്ങിന് മുമ്പിലെ ഗേറ്റും കടന്നു നിന്നിരുന്നു. ഒലീവിയ ഇന്റർനാഷണൽ എന്ന് സ്വർണ്ണ നിറത്താൽ രേഖപ്പെടുത്തിയ ആ 20 നിലയോളം വരുന്ന ബിൽഡിംഗ് കണ്ട് ഋഷി കണ്ണും മിഴിച്ച് മുമ്പിലേക്ക് നോക്കി. ഒലീവിയ? വാസ് ദാറ്റ് ഹർ? ആശ്ചര്യഭാവത്തിൽ ഋഷി ചോദിച്ചു. അത് കേൾക്കെ ലക്ഷ്മൺ അവനോട് അതേ എന്ന് തലയാട്ടി. എന്റെ ദൈവമേ! കാറിൽ നിന്നും വെളിയിലിറങ്ങിയ ഋഷിയുടെ ശബ്ദമായിരുന്നു അത്. അത്യധികം പ്രൗഢിയോടെ തനിക്ക് മുൻപിലായുള്ള ആ വലിയ ബിൽഡിംഗ് അവിശ്വസനീയതയോടെ നോക്കിക്കാണുകയായിരുന്നു അവൻ. ലക്ഷ്മൺ സർ, നിങ്ങളെ ഒലിവിയ മാഡത്തിന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സ്റ്റാഫ് അവർക്കടുത്തേക്ക് നടന്നെടുത്ത് ലക്ഷ്മണനോട് പറഞ്ഞു. ആ, അപ്പൊ സാർ, ഞാൻ ഇപ്പൊ വരാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാവുന്ന പല സ്കിൻ കെയർ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട്. ആളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളവ കണ്ടുപിടിക്കൂ. അത്രയും പറഞ്ഞ് തന്നെ നോക്കിയൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് ലക്ഷ്മൺ ആ സ്റ്റാഫിന്റെ കൂടെ അവിടെ നിന്നും പോയി. ലക്ഷ്മൺ പറഞ്ഞതും ഋഷി ചുറ്റും നോക്കി. ആ ഫ്ലോർ മുഴുവൻ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കുമായി നീക്കിവെച്ചിരുന്നു. സെയിൽസിനായി ഒരുക്കിവെച്ച ബ്രാൻഡ് ആൻഡ് എക്സ്ക്ലൂസീവായ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നോക്കി ഋഷി നടന്നു. വാവ്! എല്ലാ പ്രോഡക്ട്സും അടുക്കിയ വൃത്തിയും ഭംഗി കണ്ട് ഋഷി അറിയാതെ തന്നെ പറഞ്ഞുപോയി, ഋഷിൻ. ഋഷി ആ പ്രോഡക്ട്സ് എല്ലാം വീക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും സംശയം നിറഞ്ഞ ആ സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. ആരാണെന്ന് മനസ്സിലാവാതെ ഋഷി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണും മിഴിച്ച് തന്നെ നോക്കുന്ന മീനാക്ഷിയായിരുന്നു കണ്ടത്. ഹേയ് മീനാക്ഷി, താനെന്താ ഇവിടെ? ചിരിയോടെ ഋഷി ചോദിച്ചു. പക്ഷേ അത് കേട്ട് മീനാക്ഷി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ അവനെ നോക്കി അത്ഭുതത്തോടെ നിന്നു. അത് ഞാൻ തന്നോടല്ലേ ചോദിക്കേണ്ടത്? കാരണം എനിക്കിവിടെ വരാനുള്ള റൈറ്റ്സ് ഉണ്ട്, തനിക്കില്ല. മീനാക്ഷി വലിയ അഹങ്കാരത്തിൽ തന്നെ പറഞ്ഞു. അത് കേട്ട് കാര്യം മനസ്സിലാവാതെ ഋഷി നെറ്റി ചുളുക്കി. എനിക്കില്ലാത്ത തനിക്കുള്ള റൈറ്റ്സോ? അതെന്ത് റൈറ്റ്സ്? മീനാക്ഷിയെ നോക്കി ഋഷി ചോദിച്ചു. അതായത് ഇതെന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഇടമാണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് മാനേജരായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. ഓ അല്ലല്ല,
ഇന്ന് അദ്ദേഹത്തിന് റീജിയണൽ മാനേജറെ പ്രൊമോഷൻ കിട്ടി. വലിയ അഹങ്കാരത്തിൽ തന്നെ മീനാക്ഷി പറഞ്ഞു. അത് കേട്ട് ചിരി വന്നെങ്കിലും ഋഷി അതെല്ലാം സമർത്ഥമായി മറച്ച് ഗൗരവത്തിൽ മീനാക്ഷിയെ നോക്കി. ഓ, അപ്പോ സ്നേഹം കാരണം ഹസ്ബൻഡിനെ കാണാൻ വന്നതാണോ താൻ? ഋഷിയുടെ ആ ചോദ്യം കേട്ട് മീനാക്ഷി അതേ എന്ന് തലയാട്ടി. അല്ലാതെ ഇവിടെയുള്ള ഈ പ്രോഡക്ട്സ് ഓസിന് അടിച്ചു മാറ്റാൻ വന്നതേ അല്ല അല്ലേ? മീനാക്ഷിയുടെ തലയാട്ടൽ കണ്ടതും ഋഷി കളിയാക്കിക്കൊണ്ട് ചോദിച്ചു. വാട്ട്? താൻ എന്ത് മാങ്ങാത്തൊലിയാ ഈ പറയണേ? ഋഷി പറഞ്ഞത് സത്യമാണെന്ന ബോധ്യം മീനാക്ഷിക്കുണ്ടായിരുന്നു. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഓ, അപ്പൊ ഈ കയ്യിലുള്ളതൊക്കെ മാങ്ങാത്തൊലിയാവും അല്ലേ? ഋഷി കുസൃതിയോടെ ചോദിച്ചു. അത് കേട്ടതും മീനാക്ഷി തന്റെ കയ്യിലുണ്ടായിരുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകൾ തന്റെ പിന്നിലേക്ക് ഒളിപ്പിച്ചു. അതിനുള്ളത് എന്റെ ഹസ്ബൻഡ് പേ ചെയ്തോളും. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. എന്തിനാ നീ ചിരിക്കുന്നത്? അല്ല, നീ ഇവിടെ വന്നത് എന്തിനാ? എന്തിനാ എല്ലാവരും ഇവിടെ വരുന്നത്? അതേ കാര്യത്തിന് തന്നെ. ഓ, ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ വന്നതാണോ? അല്ല, ഷോപ്പ് ചെയ്യാൻ കയ്യിൽ എന്തെങ്കിലും ചിക്കിലി ആവിശേഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊയ്ക്കോ ഋഷിൻ. അല്ലെങ്കിൽ ഇവിടത്തെ സെക്യൂരിറ്റി നിന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. അയ്യോ, എന്നെ വെളിയിലാക്കുന്നതോർത്ത് താനെന്തിനാ ഇത്രയും ടെൻഷനാവുന്നത്? പുഞ്ചിരിയോടെയായിരുന്നു ഋഷിയുടെ ആ ചോദ്യം. തന്നെ വെളിയിലാക്കുന്നതിന് എനിക്കെന്ത്? ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം ശ്രീലക്ഷ്മി അറിഞ്ഞാലുള്ള അവളുടെ സങ്കടം ഓർത്ത് പറഞ്ഞു പോയതാ. സോ അവളെ ഓർത്തെങ്കിലും ക്യാഷ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് നീ ഒരു തവണ പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു തന്നത് നീ ഓർക്കുന്നില്ലേ മീനാക്ഷി? ഇനിയും എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്യാഷിനെ പറ്റി പറയുന്നത് താൻ? ഓ, അത് തന്നെ ഇവിടെ നിന്ന് കട്ടും മോട്ടിച്ചും കൊണ്ട് വന്നാണെന്ന് ആർക്കറിയാം. എന്നിട്ടിപ്പോ പൈസയുടെ കാര്യം പറയരുത് പോലും. മീനാക്ഷി, നീ ഇത്രയും കടന്നു നിഗളിക്കാൻ നിന്റെ ഹസ്ബൻഡ് ഇവിടുത്തെ റീജിയണൽ മാനേജറല്ലേ, അല്ലാതെ ഈ കമ്പനിയുടെ മുഴുവൻ സിഇഒ ഒന്നുമല്ലല്ലോ. ഋഷിയുടെ ആ ചോദ്യം കേട്ടതും മീനാക്ഷിയുടെ മുഖം വലിഞ്ഞു മുറുകി. അദ്ദേഹം അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെന്ന് വിചാരിക്കാം. പക്ഷേ ഹൂ ദ ഹെൽ ആർ യു? ദേഷ്യം വിട്ടുമാറാത്ത സ്വരത്തിൽ മീനാക്ഷി പറഞ്ഞത് കേട്ട് അവളെ ഒന്ന് കളിയാക്കണമെന്ന് ഋഷി മനസ്സിൽ ഉറപ്പിച്ചു. ഓ, അപ്പോ ഞാൻ ഇവിടുത്തെ ആരും അല്ലാത്തതാണോ തന്റെ പ്രശ്നം? അല്ലായിരുന്നെങ്കിൽ താൻ ഈ ചുമ്മാ കിടന്ന് ബ്ലഡ് ഹീറ്റാക്കുന്ന സ്വഭാവം നിർത്തി എന്നോട് ചില്ലായി ബിഹേവ് ചെയ്തേനേലേ? മീനാക്ഷിയെ നോക്കി ഋഷി ചോദിച്ചു. അത് കേട്ടുകൊണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡ് വിഷ്ണു അങ്ങോട്ട് വരുന്നത്. ഹേയ്, എന്താ ഇവിടെ പ്രശ്നം? മീനു, അറിയോ? ഓക്കെ? മീനാക്ഷിക്കടുത്തെത്തി അയാൾ തിരക്കിയതും കരയുന്ന ഭാവത്തിൽ, ഏട്ടാ, ഇയാൾ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു. ഋഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് വിഷ്ണു കണ്ണുരുട്ടിക്കൊണ്ട് ഋഷിയെ ഒന്ന് അടിമുടി നോക്കി. അതിന് ഏതാ ഇവൻ? നിനക്കെങ്ങനെ ഇവൻ അറിയാവുന്നത്? ഗൗരവഭാവത്തിൽ വിഷ്ണു ചോദിച്ചു. എന്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിയുടെ ആ ജോബ്ലെസ് ഹസ്ബൻഡാണ് വിഷ്ണു ഏട്ടാ. അവളെ ഉപദ്രവിക്കുന്നത് പോരാഞ്ഞാ ഇപ്പൊ എന്നെയും വെറുപ്പിക്കുന്നത്. അവളത് പറഞ്ഞു നിർത്തേണ്ട താമസം വിഷ്ണുവിന്റെ ഉള്ളിൽ ഋഷിയോട് കാരണമേതുമില്ലാതെ ദേഷ്യം ഉടലെടുത്തിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമായിരുന്നു വിഷ്ണുവിന്റേത്. വിഷ്ണു തന്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മുൻപിലേക്ക് വന്ന് ഋഷിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? പെട്ടെന്ന് പിന്നിൽ നിന്നും ലക്ഷ്മണന്റെ ശബ്ദമുയർന്നു. അത് കേട്ട് ഋഷിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചത് വിടാതെ തന്നെ വിഷ്ണു അയാളെ തിരിഞ്ഞു നോക്കി. ലക്ഷ്മൺ സാർ, എന്ത് പോക്കൃത്തവ താന് ചെയ്യുന്ന? കോളറിൽ നിന്ന് കൈയെടുക്ക. അവർക്കടുത്തെത്തി വിഷ്ണുവിന്റെ കൈ ഋഷിയുടെ കോളറിൽ നിന്നും വേർപെടുത്തി ലക്ഷ്മൺ. സർ, ഇയാൾ എന്നെ അപമാനിച്ചു. അതിന് താനാരാ? ദേഷ്യം നിറഞ്ഞതായിരുന്നു ലക്ഷ്മണിന്റെ സ്വരം. ഞാൻ ഇവിടുത്തെ റീജിയണൽ മാനേജർ വിഷ്ണു വിശ്വനാഥാണ് സർ. വിഷ്ണു തെല്ലൊരു അഭിമാനത്തോടെ പറഞ്ഞു. ഫ്രം നൗ ഓൺ ഇറ്റ്സ് നോ മോർ. വിഷ്ണു, എത്രയും പെട്ടെന്ന് റിസൈൻ ലെറ്റർ എഴുതി തരാനുള്ള പരിപാടി നോക്കിക്കോളൂ. ഒലീവിയയുടെ ശബ്ദം അവിടെ മുഴുവൻ മുഴങ്ങി. വിഷ്ണുവും മീനാക്ഷിയും അവിടേക്ക് നടന്നു വരുന്ന ഒലീവിയെ പകപ്പോടെ നോക്കി. മാം, ഞാൻ... തന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അങ്ങോട്ട് നടന്നു വന്ന ഒലീവിയെ വിഷ്ണു വിളിച്ചു. പക്ഷേ നേരത്തെ പോലെ തന്നെ ഒലീവിയ അവനെ കണ്ടതായി ഭാവിച്ചില്ല. ഋഷി? സങ്കടവും ആനന്ദവും ഒരുപോലെ നിറഞ്ഞ സ്വരത്തിൽ ഒലീവിയ ഋഷിക്കടുത്തേക്ക് നടന്നുകൊണ്ട് വിളിച്ചു. ഋഷി ചിരിയോടെ അവളെ നോക്കി. ലോങ് ടൈം നോ സീ ഒലിവിയ മാം. ഒലീവിയയുടെ കയ്യിൽ തന്റെ കൈ ചേർത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് കളിയോടെ ഋഷി പറഞ്ഞു. മിണ്ടരുത്. ഇത്രയും കാലം ഞങ്ങളെയൊക്കെ മറന്ന് എവിടെയായിരുന്നു താൻ? എന്തിനാ ഞങ്ങളോടൊരു വാക്ക് പോലും മിണ്ടാതെ മുങ്ങിയത്? ഒലീവിയ
ദേഷ്യവും സങ്കടവും കലർന്ന ഭാവത്തിൽ അവനോട് ചോദിച്ചു. ഒന്നും പറയാതെ ഋഷി അവളെ വാത്സല്യത്തോടെ ഒന്ന് ഹഗ് ചെയ്തു. ഞാൻ പോയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ ഇപ്പൊ ഇങ്ങനെ ഞെട്ടിക്കാൻ കഴിയുമായിരുന്നോ? ഋഷിയുടെ ആ ചോദ്യം കേട്ട് ഒലിവിയ കൈമടക്കി അവന്റെ വയറ്റിൽ ചെറുതായി ഒന്നിടിച്ചു. ഋഷി വയറ് പൊത്തി പറഞ്ഞുപോയി. അതോടെ ഒന്ന് ചിരിച്ചുപോയ അവൾ അവന്റെ കൈയും പിടിച്ചു വലിച്ച് നേരെ മുൻപിലേക്ക് നടന്നു. ഓരോന്ന് സംസാരിച്ചുകൊണ്ട് ഋഷിയെയും വലിച്ചുകൊണ്ട് ഒലീവിയയും ലക്ഷ്മണും അവിടെ നിന്ന് പോവാനായി തുടങ്ങി. അതുവരെ അവരെ നോക്കി നിന്നിരുന്ന മീനാക്ഷിയും വിഷ്ണുവും അത് കണ്ട് പെട്ടെന്ന് ബോധം വന്ന പോലെ അവർക്ക് പിന്നാലെ ഓടി. മാം 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 സോറി, ഐ ആം റിയലി സോറി. തെറ്റ് ചെയ്തത് ഞാനാണ്. ആളറിയാതെ പറ്റിപ്പോയതാ. വേണമെന്ന് വെച്ചല്ല. അദ്ദേഹത്തോട് എവിടുന്ന് വേണമെങ്കിലും സോറി പറയാനും ഞാൻ തയ്യാറാ. എനിക്കൊരു അവസരം തരൂ മാം, പ്ലീസ്. അനിഷ്ടത്തോടെ ഒലീവിയ അവനെ ഒന്ന് നോക്കി. ഒലീവിയുടെയും ലക്ഷ്മണിന്റെയും ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഋഷി എന്ന ആ സത്യം വിഷ്ണു അറിയാൻ വൈകിയത് വളരെ കഷ്ടമായി പോയി എന്ന് അവന് തോന്നി. ഏതെങ്കിലും വിധത്തിൽ അത് നേരത്തെ അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അവനോട് താൻ പെരുമാറില്ലായിരുന്നുവെന്നും വിഷ്ണു ഓർത്തു. വിഷ്ണുവിന്റെ ജോലിയാണ് പോയതെങ്കിലും അവനേക്കാൾ ആ സമയം ഞെട്ടിയത് മീനാക്ഷിയായിരുന്നു. ദൈവമേ, ഇവൻ ഇത്രയും വലിയ ആളായിരുന്നോ? ഇനിയിപ്പോ എന്താ ചെയ്യാ? വിഷ്ണുവിന്റെ ജോബ് പോയാൽ ഞാൻ ഇനി എങ്ങനെ ഇവിടെ വന്ന് ബ്യൂട്ടി പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യും? അയ്യോ, അങ്ങനെ സംഭവിച്ചൂടാ. ഋഷിയുടെ കാല് പിടിച്ചിട്ടായാലും ജോലി തിരിച്ചു പിടിച്ചേ മതിയാവൂ. ഒലീവിയോട് കെഞ്ചുന്ന തന്റെ ഭർത്താവിനെ നോക്കി നിശ്വസിച്ചുകൊണ്ട് മീനാക്ഷി നേരെ ഋഷിക്കടുത്തേക്ക് നടന്നു. ഋഷി. പിന്നിൽ നിന്നും സൗമ്യമായ മീനാക്ഷിയുടെ ശബ്ദം കേട്ട് ഋഷി തിരിഞ്ഞു നോക്കി. സോറി, സംഭവിച്ചതെല്ലാം എന്റെ തെറ്റാണ്. അതിന് പകരമായിട്ട് എന്നെ താൻ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിക്കൂ. പക്ഷേ ഒന്നും അറിയാതെ എന്തോ ചെയ്തു പോയി എന്റെ ഭർത്താവിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടരുത് പ്ലീസ്. ഇതെന്റെ അപേക്ഷയാണ്. വിഷ്ണുവേട്ടൻ നല്ല എഫിഷ്യന്റായ എംപ്ലോയിയാണ്. കൂടാതെ ഞങ്ങൾക്കൊരു കുടുംബമുണ്ട്. ഇത്രയും കാലം ജോലി ചെയ്തിട്ട് വിഷ്ണുവേട്ടന് ഇപ്പോഴാ പ്രമോഷൻ പോലും കിട്ടിയത്. അതറിഞ്ഞ് ഞാൻ എന്റെ ജോലി രാജിവെക്കുകയും ചെയ്തു. ഇനിയിപ്പോ എനിക്ക് വേറെ എവിടെയും ജോലി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇനിയും വിഷ്ണുവേട്ടന് കൂടെ ജോലിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് ക്ഷമിച്ച് ഒലിവിയ മാഡത്തോട് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പറയൂ പ്ലീസ്. എന്റെ അപേക്ഷയാണ്. വിഷ്ണുവിന്റെ ജോബ് തിരിച്ചു കിട്ടാനായി മീനാക്ഷി അവനോട് യാചിച്ചു കൊണ്ടിരുന്നു. അവളോട് പാവം തോന്നിയ ഋഷി ക്ഷമയോടെ ഒരു സെക്കൻഡ് അതിനെക്കുറിച്ച് ആലോചിച്ചു. ശേഷം ഒലീവിയയ്ക്കും ലക്ഷ്മണന് നേരെ തിരിഞ്ഞു. ഒലീവിയ, ചെയ്തതിന് ഇവർ രണ്ടുപേരും ഇത്രയും സോറി പറഞ്ഞില്ലേ? പോരാഞ്ഞ് പെട്ടെന്ന് പുതിയ ആളെ ഈ ജോലിയിലേക്ക് സെലക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? തനിക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് വേണ്ടി വിഷ്ണുവിനെ തിരികെ ജോലിയിലേക്ക് എടുക്കാവോ? ആ, സാറ് പറഞ്ഞോണ്ട് ഒരു ചാൻസ് കൊടുക്കാന്ന് എനിക്കും തോന്നുന്നു. എന്നാലും ഇത്രയൊക്കെ ചെയ്തോണ്ട് ആ പഴയ പൊസിഷൻ തുടരാൻ പറ. പിന്നെ നമുക്ക് പുതിയ പ്രൊമോഷനെ കുറിച്ച് ആലോചിക്കാം. ഋഷി പറഞ്ഞത് ശരിവെക്കും പോലെ ലക്ഷ്മൺ പറഞ്ഞു. അവർ രണ്ടുപേരും പറയുന്നതിലും കാര്യമുണ്ടെന്ന് ഒലീവിയയ്ക്കും തോന്നി. ഒലീവിയയുടെ മുഖത്തെ ഭാവവ്യത്യാസം കണ്ട് വിഷ്ണുവും മീനാക്ഷിയും പ്രതീക്ഷയോടെ അവളെ നോക്കി. അപ്പോ വിഷ്ണു, ഋഷി പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇത്തവണ തന്നോട് ക്ഷമിക്കുന്നു. തനിക്ക് വേണമെങ്കിൽ ആ പഴയ പൊസിഷനിൽ തുടരാം, അല്ലെങ്കിൽ ഫീൽ ഫ്രീ ടു ലീവ്. ഒലീവിയ വിഷ്ണുവിനോട് പറഞ്ഞു. അത്ര നേരം ഭയത്തോടെ നിന്ന വിഷ്ണുവും മീനാക്ഷിയും അതിയായ സന്തോഷത്തോടെ പരസ്പരം നോക്കി. അയ്യോ മാഡം, അത് മതി. ഞാൻ ചെയ്ത തെറ്റിന് ക്ഷമിച്ചതിന് തന്നെ എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ഋഷി, താങ്ക് യു സോ മച്ച്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മീനാക്ഷി അത് പറയുമ്പോൾ അവളുടെ മുഖത്തെ നന്ദി ഋഷിക്ക് കാണാമായിരുന്നു. ഋഷിൻ, ഇത് തീർപ്പായ സ്ഥിതിക്ക് നമുക്ക് പൊക്കൂടെ? ഒലീവിയ ഋഷിയെ നോക്കി ചോദിച്ചു. ആ, വൈ നോട്ട്, പോവാലോ. ഋഷി ഒലീവിയോട് മറുപടി പറഞ്ഞ് മുൻപിലേക്ക് വന്ന് ലക്ഷ്മണനും അവൾക്കുമൊപ്പം നടന്നു നീങ്ങി. 2 ദിവസം മുൻപേ വരെ തനിക്ക് മുൻപിലൂടെ കിച്ചണിലെ മുഷിഞ്ഞ വസ്ത്രവുമിട്ട് അടുക്കളയിൽ ജോലി ചെയ്ത് നടന്നിരുന്നവൻ അവന്റെ ഇപ്പോൾ ഒരു മുതലാളിയെ പോലെ ഗാംഭീര്യത്തോടെ തനിക്ക് മുന്നിലൂടെ നടന്നു നീങ്ങുന്നു. അതെല്ലാം കണ്ട മീനാക്ഷി അത്ഭുതത്തോടെ അവനെ നോക്കി നിന്നു. ഋഷിയുടെ ആ 2 സ്വഭാവങ്ങൾക്കും തമ്മിൽ വലിയ അന്തരമുണ്ട്. ആ കാര്യമോർത്ത മീനാക്ഷിക്ക് മൊത്തത്തിൽ വല്ലാത്ത അത്ഭുതം തോന്നുന്നുണ്ടായിരുന്നു. ശരിക്കും ഋഷി ആരാണ്? ഋഷി പോയ വഴിയെ നോക്കി മീനാക്ഷി സ്വയം ചോദിച്ചു. ശേഷം അവൾ തിരിഞ്ഞ് തന്റെ ഭർത്താവ് വിഷ്ണുവിനെ നോക്കി.
നീ പറഞ്ഞത് കേട്ട് അയാളുടെ ദേഹത്ത് ഞാൻ ഇനിയും കൈവച്ചിരുന്നെങ്കിൽ എന്റെ കാര്യം എന്തായനെ, എന്റെ ജോബ് എന്തായനെ? അവളെ നോക്കി പല്ലുറുമിക്കൊണ്ട് അവൻ ചോദിച്ചു. തന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന അവനോട് എന്തു മറുപടി പറയണമെന്ന് പോലും അറിയാതെ മീനാക്ഷി തറയിലേക്ക് നോക്കി നിന്നു. ഹോ, ഋഷി എന്നോട് ക്ഷമിച്ച് വിഷ്ണുവിന്റെ ജോലി തിരികെ കൊടുത്തില്ലായിരുന്നെങ്കിൽ അങ്ങേരെന്നെ കൊന്നേനെ. താങ്ക് ഗോഡ്, കാര്യമായി പ്രശ്നമൊന്നും വന്നില്ലല്ലോ. ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്ന വിഷ്ണുവിനെ നോക്കി മീനാക്ഷി സ്വയം പറഞ്ഞു. ലക്ഷ്മണും ഒലീവിയയും ഋഷിയെയും കൂട്ടി നേരെ പോയത് ആ ബിൽഡിംഗിൽ തന്നെയുള്ള ഒലീവിയയുടെ ഓഫീസ് റൂമിലേക്കായിരുന്നു. ഏറെ നാളുകൾക്ക് ശേഷം അവരെ കണ്ടയ എക്സൈറ്റ്മെന്റിൽ വാ തോരാതെ സംസാരിച്ചുകൊണ്ട് മുൻപിലേക്ക് നടക്കുകയായിരുന്നു ഋഷി, തന്നെ അവിടെ കാത്തിരുന്ന ആ സർപ്രൈസ് അറിയാതെ. എന്റെ ഒലീവിയ, എന്ത് രസാടോ തന്റെ ഈ ഓഫീസ് പുറത്തുനിന്ന് കാണാനായിട്ട്. ശോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ബിൽഡിംഗിൽ ചുറ്റി കണ്ണോടിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. അത് കേൾക്കെ അവന് പിന്നിലായി നടന്ന ഒലീവിയയും ലക്ഷ്മണും പരസ്പരം നോക്കി ചിരിച്ചു. ഐ വാ, ഈ വോളിലെ പെയിന്റിങ്സ് ഒക്കെ നല്ല രസമായിട്ടുണ്ടല്ലോ. ഓഫീസിനുള്ളിൽ കയറി അവിടുത്തെ വോളിൽ തൂക്കിയ എക്സ്പെൻസീവായ പെയിന്റിങ്ങിലേക്ക് നോക്കി ഋഷി പറഞ്ഞു. ഓഹ്, അതിലെ ആ പയ്യൻ കാണാൻ എന്തൊരു ഹാൻസം ആണല്ലേ. പല ദൃശ്യങ്ങളുമുള്ള ആ പെയിന്റിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിച്ച ഋഷി അതിലെ ഒരു പയ്യന്റെ സ്റ്റിൽ നോക്കി ചിരിയോടെ പറഞ്ഞു. പക്ഷേ ആ പെയിന്റിങ്ങിലെ പയ്യനേക്കാൾ കാണാൻ സുന്ദരൻ താങ്കളാണ് ബോസ്. പെട്ടെന്നാണ് പിന്നിൽ നിന്നും ആ ആൺ ശബ്ദം ഋഷി കേൾക്കുന്നത്. എവിടെയോ കേട്ടുമറന്ന ആ ശബ്ദം കേട്ട് സംശയത്തോടെ ഋഷി തിരിഞ്ഞു നോക്കി. ഹാ, താൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് അതിൽ. ശരിക്കും അന്നത്തെ പോലെ ഏതോ ദേവൻ വന്ന് മുമ്പിൽ നിൽക്കും പോലെയുണ്ട്. ഋഷിയെ നോക്കി നിന്ന് അവിടെ നിന്ന രണ്ടാമത്തെ ആൾ പറഞ്ഞു. ഹ, റോഷ, അതിലെ ഇത് നിങ്ങളായിരുന്നോ? തനിക്ക് പിന്നിൽ നിന്നവരെ അമ്പരപ്പോടെ നോക്കി ഋഷി ചോദിച്ചു. ആ കാഴ്ചയെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു ഒലിവിയൻ ലക്ഷ്മണും. വേഗം ഋഷി ആദിലിനെയും റോഷനെയും ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. പണ്ട് റോഷന്റെ അമ്മയ്ക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചപ്പോൾ പണത്തിന്റെ കാര്യത്തിലും ഇമോഷണൽ സപ്പോർട്ടുമായും കൂടെ നിന്നത് ഋഷിയായിരുന്നു. അന്നത്തെ ഹോസ്പിറ്റൽ ബിൽസ് എല്ലാം ഋഷിയാണ് പേ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത്രയെല്ലാം ചെയ്തിട്ടും റോഷന്റെ അമ്മ ക്യാൻസറിനെ തോൽപ്പിക്കാൻ സാധിക്കാതെ 1 വർഷത്തിനുള്ളിൽ തന്നെ മരണത്തിന് കീഴടങ്ങി. അന്ന് തകർന്നു പോയ റോഷന് ഒരു സഹോദരൻ എന്ന പോലെ ധൈര്യം നൽകി അവനെ പഴയ പോലെ എനർജറ്റിക് ആക്കിയത് ഋഷിയായിരുന്നു. അതുപോലെ സ്വന്തമായി ഒരു ബോഡി ഗാർഡിന്റെ സ്ഥാപനം തുടങ്ങാനുള്ള ആദിലിന്റെ സ്വപ്നത്തിന് വേണ്ടുന്ന പണം നൽകി അവനെ സപ്പോർട്ട് ചെയ്തതും ഋഷിയായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അവിടെ അപ്പോൾ തനിക്ക് ചുറ്റുമുള്ള 4 പേരുടെയും ജീവിതം ഇപ്പോഴുള്ള രീതിയിലേക്ക് മാറ്റിയ വ്യക്തിയായിരുന്നു ഋഷി. ഋഷി സർ, നിങ്ങൾ ശരിക്കും എന്തിനാ മുത്തശ്ശൻ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോ ഞങ്ങളോടൊന്നും ഒരു വാക്ക് പോലും പറയാതെ എങ്ങോട്ടോ പൊയ്ക്കളഞ്ഞത്? ഞങ്ങൾ നിങ്ങളെ എവിടെയൊക്കെ തിരഞ്ഞെന്ന് സാറിന് അറിയോ? എന്നിട്ടും സാറിനെ പറ്റി ഒരു സൂചന പോലും ഞങ്ങൾക്ക് കിട്ടിയില്ല. അതെങ്ങനെ? നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പോലും ഡിലീറ്റ് ചെയ്തല്ലേ സാറ് പോയത്? റോഷൻ പരിഭവത്തോടെ പറഞ്ഞു. ഋഷി വേദനയോടെ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആ, ചിരിക്കാതെ സാർ, ഞങ്ങൾ നിങ്ങളെ തേടി അലഞ്ഞതിനൊന്നും ഒരു കയ്യും കണക്കുമില്ല. ഇപ്പോഴെങ്കിലും പറ സാർ, നിങ്ങൾ എവിടെയായിരുന്നു? ആദിൽ ഋഷിയെ നോക്കി ഗൗരവത്തോടെ ചോദിച്ചു. വേണമെന്ന് വെച്ചിട്ട് പോയതല്ലടോ. ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ മുത്തച്ഛനെ വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിലെ ഋഷിൻ പ്രതാപ് എന്ന ഐഡന്റിറ്റി ഞാൻ ഒരിക്കലും ഉപയോഗിക്കില്ലെന്ന്. ആരുടെയും സഹായമില്ലാതെ സ്വന്തം കാലിൽ നിന്ന് കാണിച്ചു കൊടുക്കണമെന്ന വാശിയായിരുന്നു എനിക്ക്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞ നിങ്ങൾ കേൾക്കില്ലെന്ന് എനിക്കറിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ബട്ട് ഇപ്പൊ ഞാൻ പ്രോമിസ് ചെയ്യാ, ഐ വോണ്ട് ലീവ് യു ഗൈസ് അഗൈൻ. ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു. അതൊക്കെ വിട്. ആദിലും റോഷനും ഇപ്പൊ എന്താ ചെയ്യണേന്ന് പറ, കേൾക്കട്ടെ. ഋഷി പെട്ടെന്ന് വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. നീയെന്ന് ഒത്തിരി പണം തന്നെ എന്നെ സഹായിച്ചില്ലായിരുന്നോ? അത് വെച്ച് ഞാൻ സിറ്റിയിൽ ഒരു ഹൈടെക് ബാർ തുടങ്ങി. റോഷൻ ഒരു ചിരിയോടെ പറഞ്ഞു. പിന്നെ നമ്മുടെ ആദിലൊരു തട്ടുപൊളുപ്പൻ ബോഡി ഗാർഡ് കമ്പനി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ആൾക്ക് കീഴിലുള്ള നിരവധി ബോഡി ഗാർഡ്സും ജെന്റിൽമെൻസും പിന്നെ ലേഡി സ്റ്റാഫ്സും ഒക്കെ ഉണ്ട്. എല്ലാവരുടെയും ഒരു കൊച്ചു മുതലാളിയെ അങ്ങനെ പോകുക അവൻ. അപ്പോ ഋഷി സാർ, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോഡി ഗാർഡ്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ആദിലിന്റെ അടുത്ത് പറഞ്ഞാൽ മതി. ആദിലിനെ കാണിച്ച് റോഷൻ ചിരിയോടെ പറഞ്ഞു. ഋഷി ഒന്ന് പുഞ്ചിരിച്ചു. ആദിലിന് അന്നും ഇന്നും എന്നും ശാന്തമായ ഒരു പ്രകൃതമായിരുന്നു. പക്ഷേ റോഷൻ നേരെ ഓപ്പോസിറ്റും. എന്റെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോ
എത്രയും വേഗം ഞാൻ നിങ്ങളെ വിളിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, ഋഷി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞു. അതിനെന്താ, സാർ ഇപ്പൊ വിളിച്ചാലും ഞങ്ങൾ കൂടെ വരാൻ റെഡിയാണ്. ആദിൽ പെട്ടെന്ന് മറുപടി പറഞ്ഞു. ആഹാ, എന്തൊരു സ്പിരിറ്റ്! തനിക്കപ്പോ പെട്ടെന്ന് സംസാരിക്കാനൊക്കെ അറിയാലേ? ഋഷി അതും നോക്കി പറഞ്ഞ് ആദിലിനെ നോക്കി ചിരിച്ചു. ബാക്കി മൂന്നും അവന്റെ കൂടെ കൂടി ചിരിച്ചു. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ആ ഓഫീസിലാകെ അവരുടെ എല്ലാം ചിരിയും തമാശകളും നിറഞ്ഞു. നീ എന്താ ഇന്നലെ വീട്ടിലേക്ക് വരാതിരുന്നത്? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോ നിന്റെ പാരന്റ്സിനെ വിളിച്ച് സിറ്റി ഹോസ്പിറ്റലിലേക്ക് വരാൻ നോക്ക്. ഗൗരവത്തിൽ ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ഋഷി നെറ്റിച്ചുളുക്കി. എന്തിന്? സംശയത്തോടെ അവൻ ചോദിച്ചു. എന്തിനെന്നോ? നിനക്ക് ഓർമ്മയില്ലേ, കുഞ്ഞുണ്ടാവാതിരിക്കും വിധം ജനറ്റിക്കലി എന്തെങ്കിലും ഇഷ്യൂസ് നിന്റെ ഫാമിലിയിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്? ഈ ടെസ്റ്റിന് പോണമെന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞല്ലേ? എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. കിറുവോടെ ദേവയാനി അമ്മ പറഞ്ഞു. ഓ, അത്ര നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്. അമ്മായി പോയി അമ്മായിയുടെ കാര്യം ഒരിക്കൽ കൂടി ടെസ്റ്റ് ചെയ്യൂ. ചിലപ്പോ അമ്മായിയുടെ കുഴപ്പവും. എനിക്കല്പം തിരക്കുണ്ട്, ബൈ. ഓഫീസിന്റെ ഡോർ തുറന്നു വരുന്ന നിഹാരികയെ കണ്ട ഋഷി അത്രയും പറഞ്ഞ് അവസാനിപ്പിച്ച് കോൾ ഡിസ്കണക്ട് ചെയ്തു. സർ, വർമാസ് ഗ്രൂപ്പിൽ നിന്നും മിസ്റ്റർ സിദ്ധാർത്ഥ് താങ്കളെ കണ്ടെന്തോ ഡിസ്കസ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓഹ്, ഇവനിത് മതിയായില്ലേ? ഋഷി ആരോടെന്നില്ലാതെ സ്വയം ചോദിച്ചുപോയി. സർ, എന്താ അയാളോട് പറയേണ്ടത്? സംശയത്തോടെ നിഹാരിക ചോദിച്ചു. തൽക്കാലം ഒന്നും പറയണ്ട, ജസ്റ്റ് ഇഗ്നോർ ഹിം. ഇതിപ്പോ വർമാസ് ഗ്രൂപ്പിലെ വല്ലതും ആയിരുന്നേല് എന്റെ അറ്റൻഷൻ കിട്ടാനായി സ്റ്റാഫ്സ് ഇങ്ങോട്ട് നോക്കിയനെ. ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റുകൊണ്ട് സിദ്ധാർത്ഥ് കോൾ അറ്റൻഡ് ചെയ്തു. സിദ്ധാർത്ഥ്, നീ എവിടെയാണ്? ട്രൈമീഡിയയിലാണോ? ആണെങ്കിൽ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങിയിട്ട് തറവാട്ടിലേക്ക് വാ. താമസിയാതെ സിദ്ധാർത്ഥ് മഹാദേവി പറഞ്ഞതുപോലെ തറവാട്ടിലെത്തിയിരുന്നു. അവിടെ വർമാസ് ഗ്രൂപ്പിലെ ബോർഡ് മെമ്പേഴ്സും വളരെ വേണ്ടപ്പെട്ട കുറച്ച് സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. അവനെ കണ്ടപാടെ അവരെല്ലാം എഴുന്നേറ്റ് നിന്ന് പലരും അവനെ ഗ്രീറ്റ് ചെയ്തു. അത് കാണേ കുറച്ചു മുന്നേ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ താൻ ട്രൈമീഡിയയുടെ റിസപ്ഷനിൽ ഇരുന്ന കാര്യം സിദ്ധാർത്ഥ് ഓർത്തുപോയി. ഇതെന്താ, മീറ്റിങ്ങിനെല്ലാം ശ്രീലക്ഷ്മി തന്നെ വരണമെന്ന് ട്രൈമീഡിയ വാശി പിടിക്കുന്നത്? ഈ കമ്പനിയിൽ നിന്ന് ആരാണ് മീറ്റിംഗിൽ ജോയിൻ ചെയ്യേണ്ടതെന്നൊക്കെ അവരാണോ തീരുമാനിക്കേണ്ടത്? അത് ശരിക്കും നമ്മുടെ ഫ്രീഡം അല്ലേ? വൈ ദേ ആർ ലൈക്ക് ദിസ്? ട്രൈവിന്റെ ചെയർമാൻ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? കൂട്ടത്തിൽ ഒരാൾ തന്റെ സംശയം പറഞ്ഞു. നമ്മുടെ ചെയർമാനായി സിദ്ധാർത്ഥ് ഇരിക്കുന്നതിൽ പോലും അദ്ദേഹത്തിന് താല്പര്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അയാളുടെ കാഴ്ചപ്പാടിൽ ശ്രീലക്ഷ്മി മാത്രമാണ് വർമാസിന്റെ മുഴുവൻ റെപ്രസെന്റേഷൻ. ഒരുമാതിരി അവരുമായുള്ള ഒരു ഇടപാടിലും സിദ്ധാർത്ഥ് ഉണ്ടാവരുതെന്ന് എന്തോ വാശിയുള്ള പോലെയുണ്ട്. അതുകൂടി കേട്ടപ്പോൾ സിദ്ധാർത്ഥ് ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി. ഇത് നമ്മുടെ കമ്പനിയായിട്ടുള്ള കോൺട്രാക്ട് റദ്ദാക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കാം. ബട്ട് ഇത് എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. വൈ ഇറ്റ്സ് ഓൾവേസ് ശ്രീലക്ഷ്മി? ദേ, അവര് 2 മണിക്കൂറോളാ എന്നെ ആ റിസപ്ഷനിൽ ഇരുത്തിയത്, എന്നിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടുമില്ല. അയാൾക്ക് ശരിക്കും ഞാൻ ആരാണെന്ന് അറിയില്ല. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ പറഞ്ഞു. സിദ്ധാർത്ഥ്, നിന്റെ ഫ്രസ്ട്രേഷൻ ഇവിടെയല്ല തീർക്കേണ്ടത്. മുതിർന്നവ സംസാരിക്കുന്നതിനിടയിലേക്ക് കയറല്ലേ. ബിഹേവ് യുവർ സെൽഫ്. ശ്രീലക്ഷ്മിയുടെയും സിദ്ധാർത്ഥിന്റെയും അങ്കിൾ അവന്റെ ദേഷ്യം കണ്ട് അവനെ ശാസിച്ചു. ഓക്കെ, ബട്ട് എനിക്കൊന്നറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. നമുക്കറിയാത്ത എന്തെങ്കിലും സീക്രട്ട് ആ ചെയർമാനും ശ്രീലക്ഷ്മിക്കിടയിലുണ്ടോ? സിദ്ധാർത്ഥ് അവരോട് സംശയത്തോടെ ചോദിച്ചു. എന്നാൽ മഹാദേവിക്ക് അത് അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. എന്തൊക്കെയായാലും ശ്രീലക്ഷ്മി അവരുടെ പേരക്കുട്ടിയായിരുന്നതിനാൽ അവളെ മറ്റുള്ളവർ ഒരു മോശം പെണ്ണായി ചിത്രീകരിക്കുന്നത് അവരെ ദേഷ്യം പിടിപ്പിച്ചിരുന്നു. ദേ, വെറുതെ നമുക്കറിയാത്ത കാര്യങ്ങൾ പറയണ്ട. ഇതാ ട്രൈമീഡിയയുടെ ചെയർമാൻ വല്ലതും അറിഞ്ഞാൽ നമ്മളൊന്നും കോടതി പോലും കാണില്ല, നേരെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് വിട്ടാൽ മതിയാവും. അതല്ല, അവരായിട്ട് നമ്മളുമായുള്ള ബിസിനസ് കോൺട്രാക്ട് അവസാനിപ്പിച്ചാൽ എല്ലാരും വേറെ വല്ല പണിക്ക് ഇറങ്ങേണ്ടി വരും. എങ്ങനെ നോക്കിയാലും നമുക്ക് നഷ്ടം ഉണ്ടാവും. എല്ലാം ശ്രദ്ധിച്ചിരുന്ന ഏതോ ഒരാൾ അഭിപ്രായപ്പെട്ടു. അയാൾ പറഞ്ഞത് വാസ്തവമായിരുന്നു. ട്രൈമീഡിയയെ പിണക്കിയിട്ട് വർമാസിന് പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ലായിരുന്നു. സിദ്ധാർത്ഥുമായി ചർച്ച നടത്താൻ ട്രൈവ്സിന്റെ ചെയർമാന് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് നാളെ ഉച്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ കാണാൻ നമ്മുടെ ഒരു ലേഡി സ്റ്റാഫിനെ അയക്കാം. ശ്രീലക്ഷ്മി അയാളും തമ്മിലുള്ള പരിചയം അറിയാത്ത സ്ഥിതിക്ക് ഇതാണ് ബെറ്റർ. ഇനി വെറുതെ ആ വിഷയം ഒരു ടോക്ക് ആവണ്ട. മറ്റൊരാൾ പറഞ്ഞു. എല്ലാവരും ആ തീരുമാനം അംഗീകരിച്ചു. അതിൽ മഹാദേവിയുടെ സമ്മതം കിട്ടിയതോടെ അങ്ങനെ തന്നെ മുന്നോട്ടു പോകാനായി തീരുമാനം. അങ്ങനെ
വർമാസ് കമ്പനിയുടെ തീരുമാനമനുസരിച്ച് ട്രൈ മീഡിയയിലേക്ക് ചെയർമാനെ കാണാനായി ഒരു ലേഡി സ്റ്റാഫിനെ അവർ തീരുമാനിച്ചു. വൈകിട്ട് ഋഷി തന്റെ കമ്പനി വിട്ട് തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട്ടിലേക്ക് തിരിച്ചു. അവൻ വീട്ടിലെത്തിയ സമയം ശ്രീലക്ഷ്മി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അവനെ കണ്ടപ്പോൾ അവൾ വേഗം അവനടുത്തേക്ക് ചെന്നു. ഋഷി, എന്തുപറ്റി? ഇത്രയും നേരം താൻ എവിടെയായിരുന്നു? തന്റെ കണ്ണൊക്കെ ആകെ ചൂന്നിരിക്കുന്നല്ലോ. എന്താ, ഇന്നലെ നൈറ്റ് ഉറങ്ങിയില്ലേ? ഋഷി വന്നു കേറിയ പാടെ ശ്രീലക്ഷ്മി വേവലാതിയോടെ തിരക്കി. ഇന്നലെ ആ ഹോട്ടലിൽ അരങ്ങേറിയ കാര്യങ്ങളെക്കുറിച്ച് പല സംശയങ്ങൾ ശ്രീലക്ഷ്മിയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഋഷിയുടെ മുഖം കാണേ എല്ലാം ചോദിച്ച് അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയിരുന്നു അവൾ. ഇല്ല, ഞാൻ ഇന്നലെ ഫ്രണ്ട്സുമായി സംസാരിച്ചു നിന്ന് കുറച്ച് ലേറ്റായി. കുറച്ചല്ല, കുറച്ചധികം. ഓൾമോസ്റ്റ് ഒരു 2:30 കാണും. ഋഷി സത്യസന്ധമായി മറുപടി പറഞ്ഞു. ഓ, അതാണല്ലേ സാർ ഇന്നലെ വീട്ടിലേക്ക് വരാത്തത്. പഴയ ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ നമ്മളെയൊക്കെ അങ്ങ് മറന്നോ? ശ്രീലക്ഷ്മി ഋഷിയെ നോക്കി ചുണ്ട് കോട്ടി ചോദിച്ചു. ഏയ് അല്ല, ഞാൻ അത്രയും ലേറ്റ് ആയതുകൊണ്ട് നിന്നെ വന്ന് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി അവിടെ തങ്ങിയതാ, ഋഷി സൗമ്യമായി പറഞ്ഞു. ഓ, അപ്പോ നീ ഇപ്പൊ അവരോടൊക്കെ ബൈ ബൈ പറഞ്ഞു വരുവാണല്ലേ? എനിവേ, പുറത്ത് നല്ല ചൂടല്ലേ? നീ നല്ല ടയേർഡായ പോലെയുണ്ട്. വാ, ഫ്രഷായി ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുക്ക. ശ്രീലക്ഷ്മി അവന്റെ ക്ഷീണം നിറഞ്ഞ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഹേയ്, എനിക്ക് ക്ഷീണമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അവരെയൊക്കെ ഒന്നിച്ച് വീണ്ടും കണ്ടതിന്റെ ത്രില്ലിലായിരുന്നു ഞാൻ. പിന്നെ ഇപ്പൊ വെയിലത്ത് ബൈക്ക് ഓടിച്ച് വന്നതല്ലേ, അതാ ക്ഷീണം പോലെ തോന്നുന്നത്. അല്ല, നീ ഫുഡ് കഴിച്ചോ? പെട്ടെന്ന് ഓർത്ത പോലെ ഋഷി അവളോട് ചോദിച്ചു. മറുപടിയായി ശ്രീലക്ഷ്മി ഒന്ന് തലയാട്ടി. ബൈ ദ വേ, നിന്നെ മുത്തശ്ശി വിളിച്ചിരുന്നോ? എന്തിന്? നീ എന്തേ അങ്ങനെ ചോദിച്ചത്? ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. അത് കേട്ട് വർമാസിന് ഇനിയും താൻ തിരഞ്ഞെടുത്ത അവരുടെ റെപ്രസെന്റേറ്റീവ് ശ്രീലക്ഷ്മിയാണെന്ന് മനസ്സിലായില്ലേ എന്ന് തോന്നിപ്പോയി ഋഷിക്ക്. ഋഷി, എന്താ താൻ അങ്ങനെ ചോദിച്ചതെന്ന് ഋഷിയിൽ നിന്ന് മറുപടിയൊന്നും കാണാതെയായതും ശ്രീലക്ഷ്മി ചോദിച്ചു. ഒന്നുമില്ല, ചുമ്മാ. ആ, അതെന്തെങ്കിലും ആവട്ടെ. പക്ഷെ ഋഷിൻ, ഇന്നലത്തെ ഇൻസിഡന്റിനെ പറ്റി എനിക്ക് നിന്നോട് ഒത്തിരി ചോദിച്ചറിയാനുണ്ട്. നീയൊന്ന് ഓക്കെ ആവുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷെ ശരിക്കും ആ ഹോട്ടൽ ഓണർ നിന്റെ ശരിക്കുള്ള ഫ്രണ്ട് ആയിരുന്നോ? ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് ഋഷി ഒന്ന് ഞെട്ടി. ഇതൊന്നും ഇവള് വിട്ടില്ലേ? ഇനിയിപ്പോ എന്ത് പറഞ്ഞാ ഞാനിത് ഒഴിവാക്കുക? ഋഷി തന്റെ മുൻപിൽ സംശയത്തോടെ നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ നോക്കി മനസ്സിൽ പറഞ്ഞു. ശ്രീലു, അത് എന്റെ പഴയൊരു ഫ്രണ്ടാണ്. ഞാൻ മുന്നേ അവനെപ്പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ, കുറെ കാലങ്ങൾക്ക് ശേഷം ഇന്നലെയാ നേരി കാണുന്നത്. ഫോൺ നമ്പർ പോലും കയ്യിലില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം കാണുമല്ലേ, അതാ കുറെ നേരം ഞങ്ങൾ സംസാരിച്ചത്. അവൻ പറഞ്ഞത് വിശ്വസിക്കാൻ പ്രയാസമുള്ള പോലെ ശ്രീലക്ഷ്മി അവനെ ഒന്ന് അടിമുടി നോക്കി. എന്താടോ നിനക്കൊരു വിശ്വാസമില്ലാതെ? അവൻ കളിയാക്കി ചോദിച്ചു. ആ, വിശ്വസിക്കാതെ വേറെ നിവൃത്തിയില്ലല്ലോ. തൽക്കാലം ഞാൻ വിശ്വസിക്കുന്നു. അത് നീ പറഞ്ഞോണ്ടല്ല, അങ്ങേര് ഇങ്ങോട്ട് വന്ന് നിന്നോട് സംസാരിച്ച കണ്ടോണ്ടാ. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ പ്രൗഡായിരുന്നു. ഇന്നലെ ആ ലക്ഷ്മൺ നിന്നോടുള്ള പരിചയത്തിന്റെ പുറത്ത് വേണ്ടെന്ന് പറഞ്ഞിട്ട് കൂടി നമ്മുടെ ബില്ല് നീ സെറ്റിൽ ചെയ്തത്. അത്രയും റിച്ചായ അയാളോടുള്ള പരിചയം മുതലാക്കി ആദ്യമേ നിനക്ക് രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇങ്ങോട്ട് വന്ന് സംസാരിച്ചപ്പോഴല്ലേ നിങ്ങൾ സുഹൃത്തുക്കളാണെന്ന് ഞാൻ വരെ അറിയുന്നത്. നീ ഇന്നലെ എന്റെ അഭിമാനമായിരുന്നു ഋഷി. ശ്രീലക്ഷ്മി ഋഷിയുടെ കണ്ണിൽ നോക്കി പറഞ്ഞു. താൻ ആഗ്രഹിച്ച പോലെയൊക്കെ കാലം മാറി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ താൻ തന്റെ പ്രിയപ്പെട്ടവളുടെ അഭിമാനവും ആനന്ദവുമൊക്കെ ആയി തുടങ്ങിയിരിക്കുന്നു. അവനും വല്ലാത്തൊരു സന്തോഷം തോന്നി. അവൻ അവളെ നോക്കി മൃദുവായി പുഞ്ചിരിച്ചു. എന്നാലും നിന്നെ എനിക്കത്ര വിശ്വാസമൊന്നുമില്ല, ശ്രീലക്ഷ്മി കൊഞ്ചലോടെ തമാശയായി പറഞ്ഞു. അല്ല, നിനക്ക് വിശക്കുന്നില്ലേ? ഇന്ന് നിനക്ക് വേണ്ടി ഞാൻ കുക്ക് ചെയ്യാം. ആ, ദോശ പോരെ തനിക്ക്? ഒരു 5 മിനിറ്റ്, ഞാൻ ഇപ്പോൾ റെഡിയാക്കാം. അതും പറഞ്ഞ് അവൻ വേഗം അടുക്കളയിലേക്ക് പോയി. അത് കാണേ അവളുടെ മുഖത്തും ഒരു പുഞ്ചിരി വിടർന്നു. ശരിക്കും എനിക്കിവനെ മനസ്സിലാക്കാനേ പറ്റുന്നില്ലല്ലോ. 2 ദിവസം മുന്നേ വരെ ഒന്നിനും കൊള്ളാത്ത ഒരു വേസ്റ്റ് ഫെല്ലോ ആയി നിന്നു. എന്നിട്ട് ഞാൻ ഒരു ബുദ്ധിമുട്ടിൽ പെട്ടപ്പോ പെട്ടെന്ന് എവിടെ നിന്നോ എങ്ങനെയോ ഒന്നും അറിയാതെ 4 കോടി എത്തിച്ചു തന്നു. ആ ഹോട്ടൽ ഉടമയായി നല്ല ബന്ധം ഉണ്ടായിട്ട് കൂടി ലക്ഷങ്ങളുടെ ഹോട്ടൽ ബില്ല് സെറ്റിൽ ചെയ്തതും ഇപ്പോഴിതാ ഒരു ചെറിയ കുട്ടിയെപ്പോലെ എനിക്ക് വേണ്ടി ഫുഡ് എടുത്ത് തരാൻ കിച്ചണിലേക്ക് ഓടിപ്പോയതും ഒന്നും എല്ലാം പല മുഖങ്ങൾ. പക്ഷേ ഒരിക്കലും അവൻ എന്നെ വിഷമിപ്പിക്കാൻ ശ്രമിക്കാറില്ല. ശ്രീലക്ഷ്മി മനസ്സിലോർത്ത് പുഞ്ചിരിച്ചു.
ഋഷിൻ കിച്ചണിലെത്തി ശ്രീലക്ഷ്മിക്കായി കുക്ക് ചെയ്യുന്ന സമയത്തായിരുന്നു ദേവയാനി അവിടേക്ക് വന്നത്. അവരുടെ മുഖം ആകെ കടന്നൽ കുത്തിയ കണക്കിനുണ്ടായിരുന്നു. രാവിലെ കുഞ്ഞുങ്ങളെപ്പറ്റി സംസാരിച്ചതിന് ഋഷിൻ അവരെ ദേഷ്യം പിടിപ്പിക്കുന്ന മറുപടി നൽകിയത് അവരെ നല്ലപോലെ ചൊടിപ്പിച്ചിരുന്നു. ശ്രീലക്ഷ്മി പെട്ടെന്ന് അമ്മയുടെ ഭാവമാറ്റം കണ്ട് അവർക്ക് പിന്നാലെ ചെന്നു. എന്തേ, പെട്ടെന്ന് എന്തു പറ്റി? അവൾ ചോദിച്ചത് കേട്ട് ദേവയാനി അമ്മ ശ്രീലക്ഷ്മിയെയും തറപ്പിച്ചൊന്നു നോക്കി. അല്ല, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെയും പ്ലാൻ? ദേവയാനി അമ്മ അല്പം ഗൗരവത്തിൽ ചോദിച്ചു. ശ്രീലക്ഷ്മിക്ക് ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി മിഴിച്ചു നിന്നു. ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ് FM-ലൂടെ.